ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ 14th ഡേ സെറമണിക്കുള്ള ഹാമ്പർ റെഡിയാക്കാം അല്ലേ. അതിനായിട്ട് നമ്മുടെ ഹാമ്പറിൻ്റെ ആ കൊട്ടേനെ ഞാനിവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിലേക്ക് അതിൻ്റെ ആ ഒരു കമ്പ് വന്നിട്ടില്ല പിടിക്കുന്നത്, അവിടെ നമ്മൾ ഗോൾഡൻ കളറിലെ റിബണൊക്കെ വെച്ച് സെറ്റാക്കി അതിൻ്റെ താഴത്ത് മറ്റേ വൈറ്റ് കളറിലെ ആ പൂട പോലത്തെ ടർക്കിയില്ലേ അതിനെല്ലാം വെച്ച് സെറ്റാക്കി കഴിഞ്ഞിട്ട് നെറ്റൊക്കെ വെച്ച് ബോയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് ഫ്ലവേഴ്സും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാണ് നമ്മൾ ഹാമ്പറിലേക്ക് വെക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. ബേബിക്ക് ഒരു ഫ്രോക്ക്, ഒരു ക്രോഷയുടെ ഒരു ഫ്രോക്കും പിന്നെ ക്രോഷയുടെ ഷൂസും പിന്നെ ഒരു ഹെയർ ബാൻഡും ആണ് സെറ്റാക്കിയിരിക്കുന്നത്. ഇതിൻ്റെ ഈ ക്രോഷ ചെയ്യുന്ന വർക്ക് ചെയ്തിരിക്കുന്ന വീഡിയോ ഞാൻ ലോങ് വീഡിയോ ആയിട്ട് അടുത്ത ദിവസം അപ്ലോഡ് ആക്കാം കേട്ടോ. എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക, ഇഷ്ടപ്പെട്ടവരൊക്കെ ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. പിന്നെന്താ, ഇത് ബേബിക്ക് ഇട്ടിട്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഇച്ചിരി സൈസ് വലുതാക്കിയാണ് എടുത്തിട്ടുള്ളത്, കാരണം നമ്മുടെ ബേബിയൊക്കെ പെട്ടെന്ന് വലുതായി പോകുമല്ലോ അതിനെ കൊണ്ടിട്ട്. ഇത് ഈ നടക്കുന്ന കുഞ്ഞു പിള്ളേരൊക്കെ ഇടുന്ന കാണാൻ നല്ല രസം. പിന്നെ ഫ്രണ്ട്സ്, ഞാൻ എന്നും പറയുന്നത് പോലെ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ പ്രീവിയസ് വീഡിയോസൊക്കെ കാണുക, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അതിനിടയ്ക്ക് നല്ലൊരു ഫ്ലേവർ താഴെപ്പോയി, ഞാനിപ്പോൾ ഒട്ടിച്ചതേ ഉള്ളൂ, ഗമ്മൊന്നും സെറ്റായിട്ടില്ല. ഇത് ഞാൻ ചെയ്യുന്നത് 14th ഡേ സെറമണിയുടെ അന്ന് രാവിലെയാണ് കേട്ടോ. നമുക്കൊരു 11:30-12 ആകുമ്പോൾ പോയാൽ മതിയല്ലോ. പിന്നെ ഇത് സിസ്റ്റർ ലോക്ക് ചെയ്തിട്ടുള്ളൊരു അനാർക്കലിയാണ്. ഫീഡിങ് സിബ് കൊടുത്തിട്ട് കയ്യിൽ ചിക്കൻ കറി വർക്കുള്ള ഒരു മെറ്റീരിയലും താഴത്തേക്ക് പ്ലെയിൻ ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ബോട്ടവും ഒരു ഷോളും വന്നിട്ടുണ്ട്. ഷോളിൻ്റെ സൈഡിൽ നമ്മൾ ലേസാണ് വെച്ചിട്ടുള്ളത്. ഈ ലേസ് വെച്ചത് നല്ല ഫിനിഷിങ് ആക്കിയിട്ട് സെറ്റാക്കി കിട്ടണം. എനിക്കങ്ങനെ വെക്കുന്നതാണ് കേട്ടോ ഇഷ്ടം, അല്ലാതെ അൽക്കുലി തട്ട് ചെയ്യുന്ന എനിക്കിഷ്ടമില്ല. അതൊക്കെ നോക്കിയിട്ട് അങ്ങനെ നമ്മൾ പാക്കിങ്ങിലേക്ക് കിടന്നു. എന്നാ പാക്കിംഗ് എന്ന് പറയാൻ പ്രത്യേകിച്ചൊന്നുമില്ല. 2 പേരുടെ ഡ്രസ്സ് അങ്ങോട്ട് വെക്കുക, പിന്നെ ഓർണമെൻറ്റ്സ് വെക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ സിമ്പിളായിട്ടുള്ള ഒരു കുഞ്ഞി ഹാമ്പർ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ഈ ഡ്രസ്സിൻ്റെയും ഷൂസിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ആക്കാം കേട്ടോ. ഇഷ്ടപ്പെട്ടവരൊക്കെ ഒന്ന് കണ്ടു നോക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇഷ്ടപ്പെട്ടവരൊക്കെ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ ഓക്കെ, അങ്ങനെ നമ്മൾ എന്നാലും കുട്ടിയുടെ ഫാദറിൻ്റെ ആൾക്കാരല്ലേ നമ്മൾ. അന്നപ്പോൾ അരിഞ്ഞാണോ അല്ലേ, നിങ്ങളുടെ നാട്ടിൽ അരിഞ്ഞാണോ ആണ് ഇടുന്നതെന്ന് പറയണേ. ഇത് എൻ്റെ ഒരു കുഞ്ഞ് ഗിഫ്റ്റ്, പെൺകുട്ടിയാകുമ്പോഴത്തേക്കിനും ഒരു കുഞ്ഞ് ഗിഫ്റ്റ്. അങ്ങനെ ഓൾമോസ്റ്റ് ഹാമ്പറെല്ലാം സെറ്റാക്കി നമ്മൾ ഓളുടെ വീട്ടിലേക്ക് പോകുകയെന്ന്. ഇവിടെ നിന്നൊരു 1 മണിക്കൂറൊക്കെ ഉള്ളൂ യാത്ര, അടുത്തടുത്താണ്. അങ്ങനെ അവിടെ ചെന്ന് ബേബീനെ ഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്തു. ആൾക്ക് വലുതായിരുന്നു കേട്ടോ, ബേബി കുഞ്ഞായത് കൊണ്ടിട്ട്. പിന്നെ അവൾ എന്നിട്ട് നടക്കാൻ ഒരു 6-7 മാസമൊക്കെ ആകുമ്പോഴത്തേക്കിനും ഇടിയിക്കാൻ പറ്റുന്ന ഒരു പരുവത്തിലാണ് നമ്മൾ ചെയ്ത് കൊടുത്തത്. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, സ്റ്റേ ട്യൂൺ, ബൈ ബൈ.